മോത്തി ഏകദേശം 5 മിനിറ്റ് മുൻപാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം രാജ്ഭവനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പാങ്ങോടേക്ക് പുറപ്പെട്ടത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അവിടെ നിന്നാണ് ഈ ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് പോകുക. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ടേക്കുള്ള വഴിമധ്യയാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനുള്ളിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നേരെ ദൃശ്യങ്ങൾ കാണുന്നത് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപത്തുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന് സമീപത്തായാണ് ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം ഈ ഹെലികോപ്റ്റർ മാർഗ്ഗം വിഴിഞ്ഞത്തേക്ക് പോകുക. എന്തായാലും ഈ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഹെലികോപ്റ്ററിൽ കയറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പറന്നുയരുന്ന ദൃശ്യങ്ങൾ നമുക്ക് മാതൃഭൂമി ന്യൂസിലൂടെ കാണാനും സാധിക്കും. മോത്തി, തീർച്ചയായും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. 5 മിനിറ്റുകൾക്ക് മുൻപാണ് രാജ്ഭവനിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പുറപ്പെട്ടത്. അല്പസമയത്തിനകം തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തും. അവിടെ നിന്നായിരിക്കും ഹെലികോപ്റ്റർ പറന്നുയരുക. കുറച്ച് 25 മിനിറ്റോളം അവിടെ വിഴിഞ്ഞം തുറമുഖ പരിസരം അവിടുത്തെ സംവിധാനങ്ങൾ നോക്കിക്കണ്ട ശേഷമായിരിക്കും 11 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുക പ്രധാനമന്ത്രി. വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ദേശീയപാതയിലേക്ക് കണക്ട് ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറാൻ പോവുകയാണ്. ഒരു സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനത്തോടുകൂടി അത് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിന്റെ പിതൃത്വം ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിതൃത്വത്തിനൊന്നും കാര്യമില്ല. അങ്ങനെ നായനാർക്കാവുണ്ട്. അതിനു മുമ്പ് രാജാക്കന്മാരുടെ കാലത്ത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇന്നയാൾക്ക് കൊടുക്കണ്ട പറയുന്നില്ല. ഇത് പ്രാവർത്തികമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതിൻ്റെ മുഖ്യമന്ത്രി സഖാവ് നാനാരുടെ സഖാവ് പിണറായിയുടെയും ഉറച്ച നിലപാടിൻ്റെ ഫലമായിട്ടാണ്.